ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് എലൂന. ഇന്ന് നമുക്കൊരു ഡെസ്ക് മേക്കർ ആയാലോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും വൃത്തികേടാകാൻ കാരണം ഞാൻ തന്നെയാണ്, സോ അതൊക്കെ വിട്. ഫസ്റ്റ് എൻ്റെ ബാഗും അതിലുള്ള കീച്ചനും ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ ബാഗ് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഞാൻ വാങ്ങിയതല്ല, എൻ്റെ അമ്മ വാങ്ങി തന്നാണ്, എനിക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങി തന്നാണ്. ഇനി ഈ കാണുന്ന സാധനങ്ങൾ മൊത്തം പുറത്തേക്ക് ഇട്ടിട്ടും അതിലത്തെ പൊടികളൊക്കെ പോക്കിയിട്ട് നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പം ഞാനിതൊന്ന് ആ വലിയ വലിയ പാത്രങ്ങളൊക്കെ എടുത്ത് അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. കണ്ടോ, ഇതുപോലെ മാറ്റി വെച്ച് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫുള്ളായിട്ട് അങ്ങോട്ട് തുടച്ച് പൊടിയൊക്കെ പോക്കി നല്ല വൃത്തിയാക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഈ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടല്ലോ, മേശപ്പുറത്ത് വരച്ച ചിത്രങ്ങളുണ്ടല്ലോ, അതൊക്കെ പോകുന്ന ദൈവത്തിന് മാത്രം അറിയാം. അത് ഞാൻ കുറേ ഉരച്ച് നോക്കിയതാണ്, പക്ഷെ പോകുന്നില്ല. പക്ഷേ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ലാസ്റ്റ് ടൈം ഫൈനൽ നോക്കി നോക്കാം. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ പൂവാണ്, അതിൻ്റെ ഷോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ സഹിക്കേണ്ടി വരും. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അപ്പം ഇന്നത്തേക്കുള്ള മെയിൻ പണിയെന്ന് വെച്ചാൽ ഇതൊക്കെ അടിച്ച് പൊളിച്ച് അങ്ങനെ വൃത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ്. സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടുത്തെ പൊടികളൊക്കെ അങ്ങോട്ട് അടിച്ച് പെറുക്കി പോക്കി. ഞാനൊരു പെയിൻറ്റ് ബ്രഷാണ് യൂസ് ചെയ്യാറ്. അത് പപ്പേൻ്റെ ഭാഷയിൽ അത് അച്ഛൻ്റെ മേശ തുടങ്ങിയ പെയിൻറ്റ് ബ്രഷ് എന്നൊക്കെയാണ് പപ്പ പറയാറ്. പിന്നെ ഞാനത് സ്ഥിരമായിട്ട് എടുത്ത് എൻ്റെ മേശ ക്ലീൻ ചെയ്യാൻ വേണ്ടി. ഇങ്ങനത്തെ പാറ്റേൺസൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല പൊടി ഉണ്ടാവും. ഈ ബ്രഷ് കൊണ്ട് തട്ടി തട്ടി പോക്കുമ്പോൾ ഫുള്ളായിട്ട് പോയിക്കോളും. പിന്നെ കുറേ വെള്ളം ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് കുറേ തുടച്ച് നല്ല രസമുണ്ടായിരുന്നു. തുടച്ച് കഴിഞ്ഞപ്പോൾ നല്ല കളറുണ്ടായിരുന്നു മേശയ്ക്ക്. പിന്നെ എൻ്റെ ബാഗിൽ വേണ്ട ഒരു മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ലാസ്സും ബുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് എൻ്റെ ഡെസ്കിൽ നിരത്താൻ പോകുന്ന സാധനങ്ങളാണ്. ഫസ്റ്റ് ഒരു കാര്യം പറയട്ടെ, ഈ വൈറ്റ് ബോർഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ബോർഡാണ്, എഴുതി പഠിക്കാൻ വാങ്ങിയതാണ്. കുറച്ച് കാലം എഴുതി പഠിച്ചു, പിന്നെ അത് പേപ്പറിൽ എഴുതി പഠിക്കാൻ തുടങ്ങി. പിന്നെ ഫസ്റ്റ് നിങ്ങൾ പെട്ടിയിൽ കണ്ടത് എൻ്റെ ബ്രഷ് പെന്നും പിന്നെ വൈറ്റ് ഗ്ലാസ് പെൻസിലൊക്കെയാണ്. പിന്നെ രണ്ടാമത്തേൽ ഫുൾ സ്കെച്ച് പെന്ന് മാത്രമാണ്. മൂന്നാമത്തേൽ ഞാൻ പിന്നെ എൻ്റെ അമ്മേൻ്റെതും എൻ്റെതും കുറേ ബ്രഷുകളുണ്ടായിരുന്നു. ഞങ്ങൾ വരയ്ക്കുമായിരുന്നു, ഫാബ്രിക് പെയിൻ്റൊക്കെ ചെയ്യുമായിരുന്നു. അത് നിങ്ങൾക്ക് ഇനി വഴിയേ കാണാം. പിന്നെ എൻ്റെ കുറച്ച് കളർ പെന്നും പിന്നെ കളർ പെൻസിൽ കളേഴ്സും. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ കുറച്ച് സ്റ്റിക്കി നോട്ടും പിന്നെ എൻ്റെ കുറച്ച് അലോണ അച്ചു എന്നൊക്കെ പേര് എഴുതിയ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സും അതൊക്കെ ഉണ്ട്. ഇനിയുള്ള ഓരോ എൻ്റെ ക്രാഫ്റ്റിനും ഓരോ കഥകളുണ്ട് കേട്ടോ. ഈ സ്ക്രഞ്ചീസ് തന്നത് എൻ്റെ ഫ്രണ്ട് ആൻഡ്രോബട്ടിൻ്റെ അനിയത്തി ആൻഡ്രിയ കേട്ടോ. എനിക്ക് സ്നേഹത്തോടെ ഉണ്ടാക്കി തന്നാണ് ബർത്ത്ഡേക്ക്. പിന്നെ അതിട്ട് വെച്ച പെട്ടി ഉണ്ടല്ലോ, അത് ഫസ്റ്റ് ഒരു വാൾഗ്രിഡ് ആയിരുന്നു. ഇനി അങ്ങോട്ടുള്ളതെല്ലാം എൻ്റെ പണിയായുധങ്ങൾ എന്നാണ് പേരിട്ട് ഞാൻ വിളിക്കാറ്. അത് മൊത്തം എനിക്ക് ഓരോ പണികൾ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചതാണ്. ഞാൻ എന്തൊരു സിംഗിളായിട്ടുള്ള സാധനവും എനിക്ക് ഉപയോഗിക്കാനുള്ളത് എന്താ വെച്ചാൽ എൻ്റെ ക്രാഫ്റ്റുകൾക്കും എൻ്റെ ആർട്ട് വർക്ക്സിനൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനത് ഫസ്റ്റ് ഈ പെട്ടിയിലാണ് കൊണ്ടിടുക. ഈ പെട്ടിയിലാണ് എൻ്റെ എല്ലാം ഉണ്ടാവുക. വേറെ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും വേറെ ഒരു പെട്ടിയിലും ഉണ്ടാവില്ല. പിന്നെ ഈ പെട്ടിയിലെന്ന് വെച്ചാൽ കുറച്ച് യൂസ്ലെസ് എന്നും പറയാം, യൂസ്ഫുൾ എന്നും പറയാം. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സിംഗിൾ കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. ഭയങ്കര മഴ കേട്ടോ പുറത്ത്, എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പോലും പറ്റണില്ല, ഭയങ്കര സൗണ്ട്. പിന്നെ ഇതൊരു കളർ വീലാണ്, ഞാൻ എൻ്റെ ഡ്രോയിങ് ബുക്കിൻ്റെ ബാക്ക് പേജിൽ നിന്ന് എടുത്തതാണ്. മറ്റേ ഫൈബർ കാസ്റ്റലിലെ ബുക്കിൻ്റെ ബാക്ക് പേജ് ഉണ്ടല്ലോ, അതാണിത്. എന്തൊക്കെ ഞാൻ ഓരോ പാത്രങ്ങൾ വേറെ വേറെ പാത്രങ്ങൾ ക്ലീൻ ചെയ്യുമ്പം അതിൽ നിന്ന് എന്തെങ്കിലും കാറ്റഗറീസ് പെടാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, ലൈക്ക് പെൻസില്, ബ്രഷ് പെന്ന്, അങ്ങനത്തെ ആൾക്കാരെ തന്നെ ഞാൻ അതിൻ്റെ കറക്റ്റ് സ്ഥാനത്തേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് മറ്റേ മേശപ്പുറത്ത് വെക്കുന്ന ടൈപ്പ് ഡെക്കേഴ്സ് ഉണ്ട്, അതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഞാനതൊക്കെ ഒരു ഡെക്കറേറ്റീവായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയൊരു കലണ്ടർ ഇരുന്നത്, പക്ഷേ ഇതിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എത്ര ഉണ്ടാക്കിയിട്ട് ഈ സ്റ്റാൻഡിൽ ഇത് നിൽക്കുന്നില്ല, പേപ്പറിൻ്റെ സ്റ്റാൻഡിൽ തീരെ നിൽക്കുന്നില്ല. അപ്പോൾ ഭയങ്കര സങ്കടം. ഈ കപ്പിലുള്ളത് മൊത്തം കോരി ചൊരിഞ്ഞ് എന്താ അറിയോ, ടെക്സ്ചർ ആർട്ട് ചെയ്തതാ. ടെക്സ്ചർ ആർട്ട് ചെയ്ത് ഒരു ഹാർട്ടിൻ്റെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും, അതാണ് ഞാൻ ചെയ്തത്. പക്ഷേ അതിൻ്റെ ബാക്കി വന്നത് ഞാൻ കൊണ്ടേ കളഞ്ഞു. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ വേസ്റ്റ് ബാസ്ക്കറ്റ് കേട്ടോ. പിന്നെ ഈ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇവിടുത്തെ പൊടിയൊക്കെ അടിച്ചെടുക്കാൻ നല്ല സുഖമാണ്. ബ്രഷ് ഉണ്ടാക്കി എല്ലാം റെഡി സെറ്റ്. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ ടെക്സ്ചർ ആർട്ട് ചെയ്തിട്ടുള്ള ഹാർട്ട്. ഇതാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പറിൻ്റെ എഴുത്തുള്ള ബ്ലാക്ക് കളറൊക്കെ ഇതിലുണ്ട്. അത് മറച്ചിട്ട് എനിക്ക് വൈറ്റ് കളർ ആക്കാൻ ജന്മം ചെയ്തിട്ട് നടക്കുന്നില്ല. എത്ര കോരി വെച്ചറിയില്ല വൈറ്റ് പെയിൻറ്റ്. അതിനകത്ത് കുറേ വൈറ്റ് പെയിൻറ്റ് വേസ്റ്റായി. ഞാൻ നിങ്ങളോട് പറയാം, ഒരു അഡ്വൈസ് തരാം, നിങ്ങൾ ഒരിക്കലും ന്യൂസ് പേപ്പർ കൊണ്ട് ചെയ്യണ്ട കേട്ടോ. ടിഷ്യൂ പേപ്പറാണ് ഏറ്റവും നല്ലത്. വൈറ്റ് ടിഷ്യൂ പേപ്പറാണെങ്കിൽ ഏത് കളറും പറ്റും. പിന്നെ ഇതൊക്കെ ഞാൻ ക്ലേനെ കൊണ്ടുള്ള ആർട്ട് ചെയ്തതാണ്. പിന്നെ മണ്ഡല ആർട്ട്
അങ്ങനെ എൻ്റെ ടേബിളിൻ്റെ മേൽഭാഗം എല്ലാം ഏകദേശം ശരിയായി. ഇനി ഇങ്ങോട്ട് താഴേക്കുള്ള ഓരോ പെട്ടി ഞാൻ വൃത്തിക്ക് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ കുറേ ഫയൽസ് ഉണ്ട്. ഞാനിപ്പോൾ താഴെ വെച്ച ന്യൂസ് പേപ്പറിൻ്റെ അടിയിലുണ്ടായ ആ ബുക്കാണ് ഫൈബർ കാസിൻ്റെ ബുക്ക് എന്ന് പറഞ്ഞു. അതാ ഇപ്പോൾ വെച്ച ബുക്ക്. ആ ബുക്കിൻ്റെ ബാക്ക് ചട്ട പുറം ചട്ടയാണ് ഞാൻ എടുത്തിട്ട് മുറിച്ച് ഈ കോലത്തിലാക്കി. കുറേ ന്യൂസ് പേപ്പറും പിന്നെ കുറേ പാറ്റേൺ പേപ്പേഴ്സും ബുക്കും കാർഡ്ബോർഡും അതിൻ്റെ കൂടെ അതുപോലെ ഹാമ്പറിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു എനിക്ക്, വെൽവെറ്റ് ഹാമ്പർ കോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ഇതൊക്കെ വലിച്ച് പിടിച്ച് അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയ എന്ന് വെച്ചാൽ ഞാനൊരു പണി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഫുള്ളാക്കാണ്ട് നിർത്തില്ല. എന്നിട്ട് ഞാനിതൊക്കെ നല്ല വൃത്തിക്ക് അടുക്കി പെറുക്കി വെക്കാൻ വേണ്ടി പോവാണ്. ഈ പെട്ടിയിലൊക്കെ എന്തൊക്കെയൊക്കെ ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയ ബിസിനസ്സിന് വേണ്ടി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഈ പെട്ടിയിലൊക്കെ എൻ്റെ ഓർമ്മകൾ എന്നൊക്കെ പറയാം. ഞാൻ ബെല്ലാവീറ്റിൻ്റെ പെട്ടി എടുത്തേക്കും. പിന്നെ അതാ എൻ്റെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഈ ഒരു ബുക്കൊക്കെ ഏത് കൊല്ലമുള്ളതറിയോ, ഇതൊക്കെ എടുത്തേക്കും. എല്ലാ ചണ്ടികളും എടുത്തേക്കും. ഞാൻ പറഞ്ഞില്ലേ ക്രോഷേ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ 2 ബുക്ക്സ് ഉണ്ടായിരുന്നു, ഇറ്റ് സ്റ്റാർട്ട് വിത്ത് അസ് ഇറ്റ് എൻഡ് വിത്ത് അസ് എന്ന് പറഞ്ഞിട്ടുള്ള. അങ്ങനെ അതുണ്ടായിരുന്നു. പിന്നെ ഈ ക്രോഷേൻ്റെ ചെയ്തതൊക്കെ ഞാൻ എടുത്തേച്ചു. പിന്നെ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വഴിയെ കാണാനുണ്ടെന്ന്. ഇതിൽ ഫുൾ എൻ്റെ പെയിൻറ്റും എൻ്റെ ഡ്രോയിങ്ങിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളും അതൊക്കെയാണ്. ഓരോ പെട്ടി തൊട്ട് തട്ടുമ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തെ മൊത്തം നല്ല പൊടി. അതെന്താ അറിയോ, ഫുള്ള് എലി കയറുന്നതാണ്. അങ്ങനെ പിന്നെ ഇതിലുള്ള ഭാഗം ഫാബ്രിക് പെയിൻറ്റും എൻ്റെ അമ്മേൻ്റെ ഇരുന്നു കേട്ടോ. പിന്നെ ഇതിൽ വെച്ചാൽ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് മാത്രം. ഞാൻ എത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഞാനൊന്നും കളയാണ്ട് എടുത്ത് വെക്കും. എത്രയോ കൊല്ലങ്ങൾക്ക് മുന്നുള്ള ക്രയോൺസ് പോലും ആ ഒരു കുൽഫീൻ്റെ പാത്രത്തിലുണ്ട്. അത് കുൽഫീൻ്റെ പാത്രമായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ എടുത്ത് വെക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇങ്ങനെ നൊസ്റ്റാൾജിയ നോക്ലാജിയ എന്നൊക്കെ പറയണേ. ജീവിതം തുടങ്ങി ഞാൻ നിന്നെ എന്നു കണ്ട നാൾ സ്നേഹശ്യാമമേഘമോ നീ, ഹേ കൂട്ടുകാരിയാകുവാൻ പാട്ടുമൂളി പാടുവാൻ. പിന്നെ ഇത് മൊത്തം എൻ്റെ ബീഡ്സ് വർക്കിന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. എനിക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനും ബീഡ്സിനെ കൊണ്ട് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏകദേശം എല്ലാ ക്രാഫ്റ്റ് വർക്ക്സും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എൻ്റെ പാരൻസിക്ക് എല്ലാം നല്ല വൃത്തിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിത്തരും. അപ്പോൾ ഈ ഇതൊക്കെ ഇങ്ങനെ വാങ്ങി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ അടുത്ത് നിന്ന് ഞാനത് വിറ്റിട്ടൊക്കെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള അഡോണയാണ്. അവളാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. അവളാണ് എനിക്ക് എപ്പോഴും എന്നെ സപ്പോർട്ടായിട്ട് നിൽക്കാറ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ എന്തായിരുന്നു ഡെസ്ക് മേക്ക് ഓവർ ഇപ്പോൾ ഏകദേശം കഴിയാനായിട്ട്. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഓവറായിട്ടുണ്ട്. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഇതൊക്കെ എന്ത്